ഈ ലോകത്ത് പരിശുദ്ധ റമദാനിൽ രണ്ടത്ഭുതങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഇന്നുവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പകരം കൊണ്ടുവരാനോ തകർക്കാനോ സാധിക്കാത്ത പടച്ച റബ്ബിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ അവതരണം. മറ്റൊരു മഹാത്ഭുതം, കേവലം ചെറിയ ഒരു സൈന്യത്തെയും കൊണ്ട് ഭൂരിപക്ഷ അവിശ്വാസികൾക്ക് നേരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ യുദ്ധം. ഇന്ന് കാണുന്ന ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏറെ കാരണമായ, ഇന്നും ശത്രുക്കൾക്ക് ഉത്തരം കിട്ടാത്ത, ഇന്നും വിശ്വാസി സമൂഹത്തിന് ദൈവീകത ബോധ്യപ്പെടുന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. കാരണം ചെറിയ പട്ടിണിപ്പാവങ്ങളായ 313 314 സഹാബാക്കളെയും കൂട്ടി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തോട് ആദർശത്തിന്റെ ശുദ്ധി കൊണ്ടും വിശ്വാസത്തിന്റെ കൂർമ്മത കൊണ്ടും എക്കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിന് ഓർക്കാനുള്ള ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. പക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനായിരുന്നു ആ ബദർ? എന്തായിരുന്നു അന്ന് ബദറിന്റെ രണാങ്കണത്തിൽ സംഭവിച്ചത്? ബദർ എന്ന യുദ്ധത്തിലേക്ക് മുസ്ലിം സമൂഹവും അന്ന് പേരുകൊണ്ട് ഇസ്ലാമായിരുന്ന ഖുറൈശ് ഗോത്രക്കാരും എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് എത്തിയത് ഇന്നുള്ള ബഹുഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിനും അറിവില്ല എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും സങ്കടകരമായൊരവസ്ഥ. ആ അറിവില്ലായ്മ കൊണ്ട് കാണിച്ചുകൂട്ടുന്ന ബിദ്അത്തുകളാണ് ഇന്ന് അസർ നമസ്കാര ശേഷം പല പള്ളികളിലും പല നാടുകളിലും നടക്കാൻ പോകുന്നതും. എന്തിന് ബദർ സംഭവിച്ചു എന്ന യഥാർത്ഥ കാരണം തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഇന്ന് ബദരീങ്ങളുടെ പേരിൽ കഴിക്കുന്ന ആണ്ടോ ബദർ മാലയോ ബദർ റാത്തീബോ ഇത്തരത്തിലുള്ള ഒരു ആചാരത്തിലേക്കും പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്തിനായിരുന്നു ബദർ എന്നറിയണമെങ്കിൽ ആദ്യം ജാഹിലിയത്ത് അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ മുൻപുള്ള കാലഘട്ടത്തിനാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. അന്ന് ബഹുഭൂരിപക്ഷം ആളുകളും മക്കയിലുള്ളത് മുസ്ലിമീങ്ങൾ തന്നെയാ. അവർ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ തന്നെയാ. അവർ കാബാലയം പരിപാലിച്ചവരാ. അന്ന് റബ്ബിൽ അവർക്ക് വിശ്വാസമുള്ളതോടൊപ്പം അള്ളാഹു അല്ലാത്ത ചില ആളുകളോടും അവർ പ്രാർത്ഥന നടത്തിയിരുന്നു. അങ്ങനെ പ്രാർത്ഥന നടത്താൻ വേണ്ടി ആ ആളുകൾ ചെന്നിരുന്നത് മക്കയിൽ ജനിച്ചു വളർന്ന് മരിച്ചുപോയ ഒരു പുണ്യമനുഷ്യനായ ലാത്ത എന്ന പേര് നിശ്ചയിക്കപ്പെട്ടൊരു വ്യക്തിയുടെ കബറിങ്കലേക്കായിരുന്നു. ആ കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും, ലാത്തേ കാക്കണേ, ലാത്തേ നിങ്ങളെ ബർക്കത്തോണ്ട് ഞങ്ങളെ രക്ഷിക്കണേ, ലാത്തേ നിങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് യാത്ര എളുപ്പമാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനോട് വെറുപ്പ് തോന്നുകയും മുഹമ്മദ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ ഹിറാ ഗുഹയിൽ ചെല്ലുന്നതും പിന്നീടാണ് റബ്ബിന്റെ നുബുവത്ത് കിട്ടുന്നതും ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടതും. ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആദ്യം പറഞ്ഞ വാക്ക് കള്ളുകുടിയന്മാരോട് കുടിക്കല്ലേ, വ്യഭിചാരികളോട് വ്യഭിചരിക്കരുതേ എന്നല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് പകരം നിങ്ങൾ ഈ കബറിങ്കൽ പോയി പ്രാർത്ഥിക്കാനോ ആ മരണപ്പെട്ട വ്യക്തിയോട് സുജൂദ് ചെയ്യാനോ സഹായം ചോദിക്കാനോ പാടില്ല. അന്ന് മുതൽ പ്രവാചകന്റെ എതിരായി മക്കയിൽ ഭൂരിപക്ഷം ആളുകളും. കാരണം അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവർ കബർ പൂജകരായിരുന്നു. ആദ്യം മുതൽക്കേ അള്ളാന്റെ പദവിനെ അവർ ദുരിതപ്പെടുത്തി. ഒരുപാട് പ്രയാസം റസൂലിന്റെ നേരെ വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്ന നബിയെ അവർ കൊല്ലും, അതുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് നാടുവിടണം. ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ നാടുവിടാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് മക്കയിലെ സാമ്പത്തിക തട്ടിപ്പല്ല, മക്കയിൽ ഏതെങ്കിലും കുടുംബത്തോട് അനാദരവ് ചെയ്തതല്ല, ഏതെങ്കിലും സ്ത്രീകളോട് വാഗ്ദാനം കൊടുത്ത്
ആരുമറിയാതെ നാടുവിട്ടതല്ല. ഒരൊറ്റ കാരണം, ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ പോയി തേടരുതേ എന്ന് ആ ജനതയോട് പറഞ്ഞപ്പം അവർ കൊല്ലും എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പ്രവാചകനും കൂടെ വിശ്വസിച്ചവരും മദീനയിലേക്ക് നാടുവിട്ടു. ആ അവസരം മുതലാക്കുന്ന ശത്രുക്കൾ നാടുവിട്ട സ്വഹാബത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു. കോടിക്കണക്കിന് സ്വത്തുള്ള സ്വഹാബത്തുണ്ട്, സുദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കൾ. ഇതെല്ലാം കൊള്ളയടിച്ച് അവർ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവന്ന് അന്ന് മക്കയിലെ നേതാക്കന്മാരായിരുന്ന അബൂ സുഫിയാനും കഅബ പരിപാലിച്ചിരുന്ന അബൂജഹലും അടക്കം ഒരു തീരുമാനമെടുത്തു, മുഹമ്മദ് മദീനയിൽ ചെന്ന് വളർന്നാലും നമുക്ക് ഭാരമാകും, അതുകൊണ്ട് മുഹമ്മദിനെ മദീനയിൽ ചെന്ന് കൊല്ലണം. അതിന് നമുക്ക് സാമ്പത്തികം വേണം. മുഹമ്മദിന്റെ അനുയായികൾ ഉപേക്ഷിച്ച സ്വത്തെടുത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ലാഭമുണ്ടാക്കാൻ ഖുറൈശ് ജനത അബൂ സുഫിയാനെ ഷാമിലേക്ക് അയച്ചു. ആ വിവരം മദീനയിൽ അറിഞ്ഞ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചെടുക്കണം. സ്വഹാബാക്കളെയും കൂട്ടി പ്രവാചകൻ അബൂ സുഫിയാൻ ഷാമിലേക്ക് പോകുന്നത് കാത്തുനിന്നു. പക്ഷെ 15 ദിവസം അള്ളാന്റെ ഹബീബ് തെരഞ്ഞു, അബൂ സുഫിയാനെ കണ്ടില്ല. മറ്റൊരു മാർഗത്തിലൂടെ അബൂ സുഫിയാൻ ഷാമിലേക്ക് പോയി. 15 ദിവസത്തിന് ശേഷം ഹബീബായ നബിത്തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് അങ്ങോട്ട് 3 മാസത്തിന് ശേഷം വീണ്ടും അള്ളാന്റെ ഹബീബിന് വിവരം കിട്ടി, ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാൻ ആ സ്വത്തുപയോഗിച്ച് വമ്പിച്ച ലാഭമുണ്ടാക്കുകയും ആ ലാഭവുമായി തിരിച്ച് മക്കയിലേക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കൂടെ വിശ്വസിച്ച 300-ൽ പരം സഹാബത്തിനെയും കൂട്ടി നബിത്തങ്ങൾ ആ കച്ചവട സംഘത്തെ പ്രതിരോധിച്ച് ആ സമ്പത്തിന് വേണ്ടി പുറപ്പെട്ടു. വിവരമറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ നേരെ മക്കയിലേക്ക് പുറപ്പെട്ടു. ബദർ എന്ന സ്ഥലത്ത് വെച്ച് അബൂ സുഫിയാൻ ഈ വഴി പോകും എന്ന പ്രതീക്ഷയിൽ പ്രവാചകനും സഹാബത്തും അവിടെ കാത്തിരുന്നു. ആ കൂട്ടത്തിൽ പട്ടിണിക്കാരാണ് ഭൂരിപക്ഷവും. റമളാനിന്റെ പകലിലാണ് അവർ വരുന്നത്. കത്തിയാളുന്ന വെയിലത്ത് കാൽപാദം മണലിലേക്ക് തൊഴിഞ്ഞു പോകാതിരിക്കാൻ കാലിന്റെ അടിയിൽ ഈത്തപ്പനയുടെ പാള പോലും കെട്ടിവെച്ചിരുന്നു എന്ന് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിൽ ശത്രുക്കളെ കാത്തുനിൽക്കുന്ന അബൂ സുഫിയാനെ കാത്തുനിൽക്കുന്ന പ്രവാചകൻ അറിയുന്നില്ല, അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. മക്കയിലെത്തിയ അബൂ സുഫിയാൻ മുഹമ്മദ് ഞങ്ങളെ പ്രതിരോധിക്കാൻ വരുന്ന വാർത്ത അറിഞ്ഞു തന്റെ ജ്യേഷ്ഠൻ അബൂജഹലിനോട് കാര്യം പറഞ്ഞു. ഉടനെ അബൂജഹൽ ഒരു തീരുമാനമെടുത്തു, എങ്കിൽ ബദറിൽ വെച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലും. അങ്ങനെയുള്ള തീരുമാനത്തിൽ 900 പടയാളികൾ, 700 ഒട്ടകങ്ങൾ, 100 കുതിരകൾ, 50 നർത്തകിമാർ, സുഭിക്ഷമായ ഭക്ഷണ സാധനങ്ങളുമായി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബദറിലേക്ക് പുറപ്പെട്ടു. ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോ നബിത്തങ്ങൾ കണ്ണു തുറക്കുന്നത് 900-ൽ പരം വരുന്ന അബൂജഹലിന്റെ ശത്രു സൈന്യത്തിന്റെ നേരെ. എന്ത് ചെയ്യണമെന്നറിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും റബ്ബിന്റെ ധൈര്യപ്രകാരം സ്വഹാബത്തിന്റെ ധൈര്യത്തോടുകൂടി അബൂജഹലിന്റെ സൈന്യത്തെ നേരിടുകയും 314 സഹാബാക്കളിൽ 17 പേരുടെ ഷഹീദോടുകൂടി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തിന്റെ നേരെ ആദർശ ശുദ്ധി കൊണ്ടും വിശ്വാസക്കരുത്തുകൊണ്ടും പ്രവാചക സ്വഹാബത്ത് നേടിയ വിജയമാണ് ബദർ. ആ ബദറിന്റെ ചരിത്രം അടിസ്ഥാനപരമായി എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സലവ ഉലമാക്കളും ഷിയാക്കളും ഖവാരിജുകളുമല്ലാത്ത മുഴുവൻ ഉലമാക്കളും ലോകത്തിന് കൊടുത്തൊരു മറുപടി അത് തൗഹീദ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ബദറിലേക്ക് 900 ശത്രു സൈന്യത്തെ കൺമുൻപിൽ കാണുന്ന തിരുദൂതൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദു ഫിൽ അർളി അബദ. റബ്ബേ, നീ എങ്ങാനും ഞങ്ങളുടെ ഈ കുഞ്ഞു സൈന്യത്തെ നശിപ്പിച്ചാൽ, എന്റെ ഈ പട്ടിണി കിടക്കുന്ന സഹാബത്തിനെ ഈ ബദറിൽ വെച്ച് നീ നശിപ്പിച്ചാൽ, ലൻ തുഅബദു ഫിൽ അർളി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനെ മാത്രം വിളിക്കുന്ന, അല്ലാഹുമ്മ എന്ന് മാത്രം വിളിക്കുന്ന, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ വെച്ച് തീർന്നു പോകും റബ്ബേ. പിന്നെ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ടാകില്ല. ലാത്തന്റെ അരികിൽ പോകുന്നവരും മരിച്ചവനോട് പ്രാർത്ഥിക്കുന്നവരുമേ ഈ ഭൂലോകത്ത് ബാക്കിയുണ്ടാകൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയായിരുന്നു ബദറിന്റെ കാരണം.
അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരിക്കലും ഖുറൈശികൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹലും അബൂ സുഫിയാനും അബൂ ലഹബും അടക്കം, അബൂ ത്വാലിബ് അടക്കം, അബ്ദുൽ മുത്തലിബ് അടക്കം, അന്ന് മക്കയിലെ ഭൂരിപക്ഷ മുശ്രിക്കീങ്ങളെന്ന് വിളിക്കപ്പെട്ട പ്രവാചകന്റെ കുടുംബം ഖുറൈശ് ഗോത്രത്തിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. കാരണം അവർ കഅബനെ പരിപാലിച്ചതവരാ. കഅബ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ച അവര് റബ്ബെന്ന് പറയും. മഴ നൽകുന്നത് ആരെന്ന് ചോദിച്ച അവര് റബ്ബെന്ന് പറയും. ആരാണ് മഴത്തുള്ളികൾ നിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ റബ്ബെന്ന് അവര് പറയും. ആരാണ് മനുഷ്യകുലത്തെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ റബ്ബെന്ന് പറയും. പക്ഷെ ആ റബ്ബിനോട് വിശ്വാസമുള്ളതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്ത മഹാന്മാരോടും സഹായം ചോദിച്ചിരുന്നു. ലാത്തയുടെ കബറിങ്കൽ പോയി സഹായം തേടിയിരുന്നു. ഉസ്സ എന്ന മരത്തെ അവർ പൂജിച്ചിരുന്നു. ഉസ്സ എന്ന മരത്തോട് അവർ ദുആ നടത്തിയിരുന്നു. സഹായം ചോദിച്ചുകൊണ്ട് അവർ മറ്റു പലരുടെ നേരെയും പോയപ്പോഴായിരുന്നു റബ്ബ് ഓർമ്മപ്പെടുത്തിയത്, പ്രവാചകരെ, വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാ. ആ തിരുത്തലോടുകൂടി പ്രവാചകൻ ആ ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തു, നിങ്ങൾ അള്ളാഹുവിനോടെ വിളിക്കാവൂ, റബ്ബിനെ സഹായത്തിന് ചോദിക്കാവൂ. അവര് തിരിച്ചു പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്കതിന് അള്ള വലിയവനാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ ലാത്തയെപ്പോലെ ഉസ്സയെപ്പോലെ ഈ മഹാന്മാരായ ആളുകളൊക്കെ റബ്ബിന് ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കൂലേ? ഒരു തെറ്റും ചെയ്യാത്ത, നാട്ടിലൊക്കെ എല്ലാവർക്കും വെള്ളം കൊടുത്ത, ഒരാളെ കൊണ്ടും അഭിപ്രായക്കേട് പറയിപ്പിക്കാത്ത സ്വാലിഹീങ്ങളായ ലാത്തയൊക്കെ അള്ളാന്റെ അടുത്ത് മോശാണെന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? അങ്ങനെയുള്ള ലാത്തനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലാത്ത ഞങ്ങൾക്ക് തരുന്ന് വിചാരിച്ചിട്ടല്ല. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇങ്ങനെ ലാത്തന്റെ ആളാമൊക്കെ പറഞ്ഞ അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടും. ആ സ്ഥാനം ഞങ്ങൾക്ക് എളുപ്പം ഉത്തരം കിട്ടാൻ കാരണമാകും. ആ ചോദ്യത്തിന് മറുപടിക്കും നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇന്ന റബ്ബി കരീബുൻ മുജീബ്. അതിന് അല്ലാഹു നിങ്ങളെ വിട്ട് ദൂരത്തല്ല, ഇടയാളനിലൂടെ അള്ളാന്റെ സാമീപ്യം കിട്ടാൻ അള്ളാഹു നിങ്ങളുടെ അടുത്തുള്ളവനാ. കരീബുൻ മുജീബ്, ഖണ്ഡനാടിയേക്കാൾ അടുത്തുള്ള റബ്ബിലേക്ക് നിങ്ങൾ അടക്കാള വെക്കരുത്. ഒരു ശൈഖിനെയും ഒരു തങ്ങളെയും ബീവിയെയും വെക്കരുത്. ഒരു മഹാന്മാരെയും അതിന്റെ ഇടക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ആ പറച്ചിലോടുകൂടി മക്കക്കാര് പ്രവാചകനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും സംസാരിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും. ഇതായിരുന്നു ബദർ യുദ്ധത്തിന്റെ അടിസ്ഥാനം. എങ്കിലും ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ മനുഷ്യന്റെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ലോകത്ത് പ്രവാചകൻ തൗഹീദിന് വേണ്ടി അടരാടിയ ബദറിൽ ഷഹീദായി വീണ അതേ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, നിന്റെ ബദരീങ്ങളെ കാക്കണേ, നിന്റെ മമ്പർത്ത തങ്ങളെ കാക്കണേ, നിന്റെ ഷെയ്ഖെ കേൾക്കണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നവർ. ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു കാറ് മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ഒരുങ്ങുമ്പോ ആ കാറിന്റെ ഉള്ളിലുള്ള ഒരു ഉമ്മ പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? നിന്റെ മമ്പർത്തങ്ങൾ പാപ്പേ എന്ന് വിളിക്കുന്ന വിളി, അതിന്റെ പേരിലുള്ള മൗലൂദ്, ബദറിന്റെ മാലകള്, ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകമായ ആചാര അറവുകള്, അതിന്റെ ഇറച്ചി വിതരണങ്ങള്, അതിന്റെ ചോറ് വിതരണങ്ങള്. എന്നിട്ട് അതേ രീതിയിൽ തന്നെ ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് ഓർമ്മപ്പെടുത്തി, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ് മതി, ലഹുൽ മുൽക്കു, അവനാ നിങ്ങളെ പടച്ചോൻ. വലാ തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ. കാരക്കയുടെ ഉള്ളിൽ അതിന്റെ വേരിനോട് കുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, അവരൊക്കെ മരിച്ചുപോയവരാ. നബിത്തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മുൻഗാമികളിൽ എല്ലാവരും മരിച്ചിട്ടുണ്ട്, ഞാനും മരിക്കും. അതുകൊണ്ട് മരിച്ചവരോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ. അവർ അള്ളാന്റെ അടുത്ത് ജീവിക്കുന്നവരാവാം, റബ്ബ് അവർക്ക് കൊടുത്ത പദവി കബറിലുണ്ടാവാം. പക്ഷെ അവരോട് ചോദിക്കാൻ, അവരോട് പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ഔലിയ മഹാൻ നബി തങ്ങൾ കബർ കടക്കുമ്പോ പ്രവാചകന്റെ മക്കളോ പേരക്കുട്ടികളോ മരുക്കളോ റസൂലിനെ പ്രാണനെ പോലെ സ്നേഹിച്ചവരോ നബി തങ്ങളുടെ കബറിങ്കൽ വന്ന്, നബി തങ്ങളെ നിങ്ങൾ ഞങ്ങളെ യാത്ര എളുപ്പാക്കണേ, നിന്റെ തങ്ങളെ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, മരിച്ചവര് നിങ്ങളെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി നിങ്ങളെ ഒരു സമാധാനത്തിന് കേട്ടു എന്ന് കരുതുക, അവർക്ക് തിരിച്ച് നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കബറിന്റെ ഉള്ളിൽ എന്തെങ്കിലും കേൾപ്പിക്കാനോ പറ്റുകയില്ല. എന്നാൽ ഹയ്യുൽ ഖയ്യൂമായ റബ്ബിനോട്
നിങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും.